ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. ഇത് പത്തിരിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനായി ഞാൻ 3 സവാള, 20 അല്ലി ചുവന്നുള്ളി, 3 തക്കാളി, ഒരു കൂടെ വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കാം. സവാള ചെറുതായി കൊത്തി അരിഞ്ഞ്, ചുവന്നുള്ളിയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കണം. പേസ്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ചതച്ചെടുത്താൽ മതി. ഈ ജാറിലേക്ക് തന്നെ നമുക്ക് തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കണം. തിക്ക് ഗ്രേവി ആയതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഇങ്ങനെ അരിഞ്ഞും അരച്ചും ഒക്കെ എടുക്കുന്നത്. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായ പൊടികൾ എടുക്കാം. 2 ടേബിൾ സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായി ഒരു കടായ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, വലിയ ജീരകം ഇത്രയും കൂടെ ചേർത്തൊന്ന് മൂപ്പിക്കണം. ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് പൊടി ചേർക്കണം. സവാള ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കിന് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റണം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയോട് ചേർക്കാം. തക്കാളി ഇനി നന്നായി ഒന്ന് കുക്കായി വരണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് തീ നന്നായി കുറച്ച് വെച്ച് 2 മിനിറ്റ് നേരം പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായി അത് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കാം. പൊടികൾ മൂത്ത നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കനുണ്ട്. അതുകൂടി ചേർക്കാം. ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. മസാല എല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധം നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചിക്കനും മസാലയും എല്ലാം നന്നായി പുരണ്ട് വരത്തക്ക രീതിയിൽ നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ അത് നന്നായി തിള വരും. ആ സമയത്ത് അത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് തീ കുറച്ച് വെക്കണം. അത് വെന്ത് വരെ ചിക്കൻ വേകാനായിട്ട്.
അതവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ തേങ്ങ റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരികിയതും 1 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കണം. ഒത്തിരി അങ്ങ് തേങ്ങ മൂത്ത് പോകുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി ഈ ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ചൂടാകുമ്പോൾ ഒരു മണം വരും. അത്രയും മതി. കൂടുതൽ അങ്ങ് തേങ്ങ മൂത്തൊന്നും പോകണ്ട. ആ ഒരു സമയത്ത് നമുക്കിത് നിർത്താം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് തണുക്കാനായി മാറ്റി വെക്കാം. നന്നായി ആറിയതിന് ശേഷം ഇത് നന്നായി അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഏതാണ്ട് നമ്മുടെ കറി ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി നോക്കണം. ഇപ്പം 10-15 മിനിറ്റ് ആയപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്തിട്ട് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും പാകത്തിനുള്ള ഉപ്പും ഒക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് അധികം ഉപ്പ് ചേർത്തിട്ടില്ല. സവാള വഴറ്റിയപ്പം കുറച്ച് ഉപ്പ് ചേർത്തതേ ഉള്ളൂ. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനിയും രണ്ട് തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതും കൂടി ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് നന്നായി ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഏതാണ്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കറിയുടെ നല്ലൊരു നൈസ് സ്മെല്ലാണ്. ഇനി ഇപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് കസൂരി മേത്തി, അത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഇവിടെ ഞാനത് ചേർക്കുന്നുണ്ട്. 1 നുള്ള് കസൂരി മേത്തി കൈ വെച്ചെന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ കറിയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. കറി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് നമുക്ക് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം.